വെൽക്കം ടു മൈ ചാനൽ എജു ഈസ്. നമ്മൾ ലെറ്ററും ഡയറിയുടെയും ഒരു സാമ്പിൾ ഫോർമാറ്റ് നോക്കി. നെക്സ്റ്റ് നമ്മളിനി നോക്കാൻ പോകുന്നത് സ്പീച്ചാണ്. സ്പീച്ചിൻ്റെ ഒരു ജസ്റ്റ് ഫോർമാറ്റിലോട്ട് നമുക്ക് കിടക്കാം. വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ തന്നെ സ്പീച്ച് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ അഡ്രസ് ദ ഓഡിയൻസിനെ നമ്മൾ എന്ത് ചെയ്യുക, അഡ്രസ്സ് ചെയ്യുക. അതായത് ഏതൊക്കെ ഓഡിയൻസാണ് നമ്മുടെ തൊട്ട് മുമ്പിൽ നമ്മൾ സ്പീച്ച് നടത്തുമ്പോൾ ഏത് ഓഡിയൻസാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുക എന്നുള്ളത്. അത് പല ഒക്കേഷൻസിൽ നടക്കും അല്ലേ. ചിലപ്പോൾ നമ്മൾ സ്പീച്ച് നടത്തുന്നത് സ്കൂളിൽ വെച്ചായിരിക്കാം. അറ്റ് സ്കൂളിലൊക്കെ ആണെങ്കിൽ നമുക്ക് റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്നൊക്കെ നമുക്ക് കൊടുക്കാം. എന്നാൽ വേറെ ഏതെങ്കിലുമൊക്കെ ഒക്കേഷൻസ് ആണെങ്കിൽ, ആണെങ്കിൽ റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ്, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്പീച്ച് നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയും ബിഗിൻ വിത്ത് എങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം. നമ്മളിപ്പം അവരെ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് എങ്ങനെയൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 സാമ്പിൾ മെത്തേഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. ബിഗിൻ വിത്ത് എന്ന് പറഞ്ഞ് നോക്കിയേ. ടുഡേ ഐ ആം സ്റ്റാൻഡിങ് ബിഫോർ യു ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് ഓൺ ദ ടോപ്പിക്. എന്നിട്ട് ഏത് ടോപ്പിക്കാണോ നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് ആ ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഈ ടോപ്പിക്കിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ടുഡേ ഐ ആം സ്റ്റാൻഡിങ് ബിഫോർ യു ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് ഓൺ ദ ടോപ്പിക് ഇന്നത്. അങ്ങനെ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പറയാം, ആസ് യു ഓൾ നോ ടുഡേ ഈസ് ഡാഷ് ഡേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. ആസ് യു ഓൾ നോ ടുഡേ ഈസ് ഡാഷ് ഡേ എന്നുള്ളിടത്ത് നമുക്ക് ആ ഡേ ഏതാണോ അതിൻ്റെ എഴുതാം. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡാഷ്. എന്താണ് ഐ വുഡ് ലൈക്ക് ടു ടോക്ക്, ഐ വുഡ് ലൈക്ക് ടു ടോക്ക്, ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്തിനെ പറ്റി, അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡാഷ്. ആ ഇമ്പോർട്ടൻസ് ഓഫ് സ്പീച്ചിൻ്റെ നമ്മുടെ ടോപ്പിക് ഏതാണോ ആ ടോപ്പിക്ക് അവിടെ കൊടുക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സ്പീച്ചിൻ്റെ തുടക്കം നമുക്ക് അങ്ങനെ എഴുതാം. പിന്നെ നമുക്ക് അതിൻ്റെ ഇടയ്ക്കൊക്കെ ആഡ് വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ് ലൈക്സ്, ഈ മെത്തേഡിലൊക്കെ പല രീതിയിലുള്ള വേർഡ്സ് ഒക്കെ നമ്മുടെ സ്പീച്ചിൻ്റെ ഇടയ്ക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ്, ഐ വുഡ് ലൈക്ക് ടു റിമൈൻഡ് യു അബൌട്ട് ദ ഫാക്ട് ദാറ്റ്, ഇന്ന കാര്യം എന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഐ വുഡ് ലൈക്ക് ടു റിമൈൻഡ് യു, ഞാൻ നിങ്ങളെ ഒന്നുകൂടെ എന്ത് ചെയ്യുകയാണ്, ഓർമ്മിപ്പിക്കാൻ, ഒന്നുകൂടെ ഞാൻ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ ഇഷ്ടപ്പെടുന്നു. ഫാക്ട് ദാറ്റ്, ഇന്ന കാര്യം എന്ന് പറഞ്ഞ് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, അത് വീണ്ടും ആ ലൈൻസൊക്കെ റിപ്പീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ലെറ്റ് us നോട്ട് ഫോർഗെറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ്, അല്ലെങ്കിൽ നമ്മുടെ ആ സ്പീച്ചിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ ഇന്നത്തെ ആ ദിവസത്തിൻ്റെ അത് ഇമ്പോർട്ടൻസ് ഒരിക്കലും ലെറ്റ് us നോട്ട് ഫോർഗെറ്റ്, അതെന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. അല്ലെങ്കിൽ എന്താ, ഫ്രണ്ട്സിനോടാണെങ്കിൽ ലെറ്റ് us ജോയിൻ ഹാൻഡ്സ് ആൻഡ് വർക്ക് ടുഗദർ ടു മേക്ക് അവർ വേൾഡ് എ ബെറ്റർ പ്ലേസ് ടു ലീവ് ഇൻ. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പ്രയത്നിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്പീച്ചിൽ പറയത്തില്ലേ, അത് നമുക്ക് എന്തായാ ഈ സെൻറ്റൻസ് എഴുതിയാൽ മതി. ഫ്രണ്ട്സ്, ലെറ്റ് us ജോയിൻ ഹാൻഡ്സ് ആൻഡ് വർക്ക് ടുഗദർ ടു മേക്ക് അവർ വേൾഡ് എ ബെറ്റർ പ്ലേസ് ടു ലീവ് ഇൻ. ഇനി നമ്മൾ ഇത് പിന്നെ കണ്ടന്റ് എല്ലാം കൂടെ നിങ്ങൾ എഴുതുക. പിന്നെ ലാസ്റ്റിലോട്ട് വരുമ്പോൾ നമ്മൾ സ്പീച്ച് ഒന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പോകത്തില്ലേ, എൻഡ് ഓഫ് ദ സ്പീച്ച് വിത്ത് എന്നെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ബിഫോർ ഐ കൺക്ലൂഡ് മൈ സ്പീച്ച് ലെറ്റ്സ് മീ ടെൽ യു അഗെയിൻ ദാറ്റ്. എന്താണ്, ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്, അതിന് മുമ്പായിട്ട് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഡ് മൈ സ്പീച്ച് ലെറ്റ് മീ ടെൽ യു അഗെയിൻ ദാറ്റ് എന്ന് പറഞ്ഞ് ജസ്റ്റ് അതുപോലെ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഐ ആം സ്റ്റോപ്പിംഗ് മൈ വേർഡ്സ് ഹോപ്പിംഗ് ദാറ്റ് ഓൾ ഓഫ് യു വിൽ ട്രൈ ടു പുട്ട് ദീസ് ഐഡിയാസ് ഇൻ ടു പ്രാക്ടീസ്. എന്താണ്, ഐ ആം സ്റ്റോപ്പിംഗ് മൈ വേർഡ്സ്, ഞാൻ എൻ്റെ വേർഡ്സ് നിർത്താൻ പോവുകയാണ്. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ ഈ പറഞ്ഞ ഐഡിയാസ് എല്ലാം നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ, ഏത് സ്പീച്ച് എഴുതിയാലും അതിൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന സെൻറ്റൻസ് അല്ലേ. ഐ ആം സ്റ്റോപ്പിംഗ് മൈ വേർഡ്സ് ഹോപ്പിംഗ് ദാറ്റ് ഓൾ ഓഫ് യു വിൽ ട്രൈ ടു പുട്ട് ദീസ് ഐഡിയാസ് ഇൻ ടു പ്രാക്ടീസ്. പിന്നെ ലെറ്റ് മീ താങ്ക് ദ ഓർഗനൈസർ ഫോർ ഗീവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് ഓൺ ദിസ് ഫൈൻ ഒക്കേഷൻ. ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ എന്തെങ്കിലും നമ്മുടെ 10 മാർത്തയുടെ ഒരു ഇതുണ്ടായിരുന്നു അല്ലേ, മാർത്തയുടെ ഒരു സ്പീച്ച് വേണ്ടി നമുക്ക് നടത്താം, അത് വേണ്ടി നമുക്കൊരു എക്സാമിന് ചോദിക്കാം. അപ്പോൾ മാർത്തയുടെ സ്പീച്ചൊക്കെ നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ലാസ്റ്റ് എന്ത് എഴുതാം, മാർത്ത പറയുന്നതായിട്ട് നമുക്ക് എഴുതാം, എന്താണ്, ലെറ്റ് മീ താങ്ക് ദ ഓർഗനൈസർ, ഈ സ്കൂളിലെ ഓർഗനൈസേഴ്സിന് എല്ലാവർക്കും ഞാൻ എന്ത് ചെയ്യുകയാണ്, നന്ദി പറയുകയാണ്, ഫോർ ഗീവിങ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് ഓൺ ദിസ് ഫൈൻ ഒക്കേഷൻ. ഇത്രയും നല്ലൊരു മൊമെൻറ്റ് എനിക്ക് വേണ്ടി സമ്മാനിക്കുകയും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ തുറന്ന് സംസാരിക്കുകയും
സംസാരിക്കാനുള്ളൊരു സമയം അനുവദിച്ചതിനും ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു ഓൾ. ജയ് ഹിന്ദ് എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.